5 മുതൽ 7 സീറ്റ് വരെ നേടുമെന്ന DCCയുടെ വിലയിരുത്തൽ. 5 സീറ്റുകളിൽ വിജയം ഉറപ്പ്. UDF അനുകൂല തരംഗമുണ്ടായാൽ ജില്ലയിൽ നിന്നുള്ള 3 മന്ത്രിമാർ പരാജയപ്പെടും. പത്തനാപുരത്തും കൊട്ടാരക്കരയിലും അട്ടിമറി വിജയമുണ്ടാകും. ചടയമംഗലത്തും വിജയിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ആത്മവിശ്വാസത്തിലെന്ന് DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 2016 ഞങ്ങൾക്ക് സീറ്റുകളേ ഉണ്ടായിരുന്നില്ല. 2021 2 സീറ്റുകൾ ഞങ്ങൾ ജയിച്ചു, കുണ്ടറയും കരുനാഗപ്പള്ളിയും. ആ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് 3 സീറ്റുകളിൽ വളരെ ചെറിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. 1000, 2000, 2700 വോട്ടിന്. ഈ 5 സീറ്റുകൾ ഞങ്ങളുടെ ഷുവർ സീറ്റുകളായി ഞങ്ങൾ കണക്കാക്കുകയാണ്. കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കൊല്ലം, ചവറ, കുണ്ടറ. ബാക്കിയുള്ള സീറ്റുകളിൽ കടുത്ത ഫൈറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പത്തനാപുരവും കൊട്ടാരക്കരയും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ടൈറ്റ് ഫൈറ്റ് നടന്ന സ്ഥലം ഇരുവിപുരമാണ്. ഞങ്ങളുടെ പ്രവർത്തകരുടെ വിലയിരുത്തൽ പൂർണ്ണമായി വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ചാത്തന്നൂർ സൂരജ് രവി അക്സെപ്റ്റബിൾ കാൻഡിഡേറ്റായി അവിടെ ഇറങ്ങി എന്നുള്ളതാണ്. ഷമീർ വിവരങ്ങളുമായി നമുക്കിപ്പം കൊല്ലത്തും തത്സമയം ചേരുന്നുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ ഇത് ഇടത് കോട്ടയാണ്, ചെങ്കോട്ടയാണ്. ആ ചെങ്കോട്ടയിൽ നിന്ന് 2016 സീറ്റില്ല UDFന്. 2021 2 കിട്ടി. അതും ഒരെണ്ണം സിറ്റിംഗ് മന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടാണ് PC വിശ്വനാഥ് കുണ്ടറ നേടിയെടുത്തത്. ഇത്തവണ പക്ഷേ 6 സീറ്റൊക്കെ പ്രവചിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് DCCയുടെ ഒരു വിലയിരുത്തൽ? തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കോട്ടകളൊക്കെ ഇളക്കുന്നുണ്ടായിരുന്നു UDF. അതേ വേവ് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കുകയാണോ UDF? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. അതായത് കൊല്ലം പിടിച്ചാൽ കേരളം പിടിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുപോലെ തന്നെ ജില്ലാ നേതൃത്വവും ആത്മവിശ്വാസം പുലർത്തുകയാണ്. അവർ പറയുന്നത് പ്രധാനമായും 5 സീറ്റുകളാണ് ഉറച്ച സീറ്റുകൾ. അതുതന്നെയാണ് LDFിലും കനത്ത മത്സരം നടന്നു എന്ന് കണക്ക് കൂട്ടുന്നത്. അത് കൊല്ലം, അതുപോലെ തന്നെ ചവറ, കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കുണ്ട്ര തുടങ്ങിയ സീറ്റുകൾ ഉറപ്പായും കോൺഗ്രസിന് ലഭിക്കും എന്നൊരു കണക്കുകൂട്ടൽ, UDFിന് ലഭിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് നേതൃത്വത്തിനുള്ളത്. അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ ഐഷ പോറ്റി നമുക്കറിയാം. ഐഷ പോറ്റി CPM പാളയത്തിൽ നിന്നും കോൺഗ്രസിലേക്ക് കടന്നു വന്നയാളാണ്. ഐഷ പോറ്റി അവിടെ വലിയൊരു അട്ടിമറി വിജയം നേടുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട അടിയൊഴുക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കണക്കുകൂട്ടലിലുമാണ് ജില്ലാ സംസ്ഥാന UDF നേതൃത്വങ്ങൾ കരുതുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം മന്ത്രി KB ഗണേഷ് കുമാർ മത്സരിച്ച പത്തനാപുരം നിയോജക മണ്ഡലം, അവിടെ വലിയ മത്സരം നടന്നു. ജ്യോതികുമാർ ചാമക്കാലയും ഗണേഷ് കുമാറും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. പക്ഷേ NSSുമായിട്ടുള്ള ഒരു പടലപ്പിണക്കം ഗണേഷിന് തിരിച്ചടിയാകും. ഒപ്പം തന്നെ അവിടെ എത്ര സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടൽ ചോദിച്ചാൽ 2000 ഭൂരിപക്ഷം, അതായത് 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജ്യോതികുമാർ ചാമക്കാല അവിടെ വിജയിച്ച് കയറും എന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ കേരളത്തിൽ വലിയൊരു തരംഗമുണ്ടായാൽ ചടയമംഗലം മന്ത്രി J. ചിഞ്ചൂറാണി മത്സരിച്ച ചടയമംഗലത്തും വിജയിച്ച് കയറാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അതായത് 3 മന്ത്രിമാർ മത്സരിച്ച സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിച്ച് കയറാൻ കഴിയും എന്നൊരു കണക്കുകൂട്ടൽ. അതായത് കൊട്ടാരക്കര, പത്തനാപുരം, ചടയമംഗലം തുടങ്ങിയ സീറ്റുകൾ കൂടി അവർ അധികമായി പ്രതീക്ഷിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ചാത്തന്നൂരിൽ എക്കാലവും 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് ചാത്തന്നൂർ സീറ്റിലും വലിയ മത്സരം കാഴ്ചവെച്ചു എന്ന് അവർ പറയുന്നു. പക്ഷേ അവിടുത്തെ സാഹചര്യം എത്രത്തോളമാണെന്ന് നമുക്കറിയില്ല. നമ്മളവിടെ ആ മണ്ഡലങ്ങളിലൊക്കെ സഞ്ചരിച്ചതാണ്. BJPക്ക് തന്നെയാണ് അവിടെ വലിയ എഡ്ജ് ഉള്ളത്. പക്ഷേ കോൺഗ്രസ്സിന് അവരുടെ അവകാശവാദം ഉന്നയിക്കാം. ഇതാണ് പ്രധാനമായും ജില്ലാ UDF നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ മറ്റൊരു സീറ്റ് ഇരവിപുരമാണ്. ഇരവിപുരത്ത് ശക്തമായ മത്സരം കാഴ്ചവെച്ചു എന്ന് പറയുന്നു. ഇരവിപുരത്തും വലിയൊരു തരംഗമുണ്ടായാൽ വിജയിച്ച് കയറാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ 2 സീറ്റിലാണ് അവർ കോൺഗ്രസ് വിജയിച്ചതെങ്കിൽ ഇത്തവണ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. അത് 5 സീറ്റ് ഉറപ്പായി ലഭിക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറയുന്നു. ഒപ്പം തന്നെ വലിയ തരംഗമുണ്ടായാൽ അത് 7 സീറ്റ്. അതിലും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൂട്ടലിൽ ഒന്നാണ് 3 മന്ത്രിമാരെ പരാജയപ്പെടുത്തുക എന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു, മന്ത്രിമാരുടെ വലിയ നിര പരാജയപ്പെടാൻ സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അത്തരത്തിലൊരു കണക്കുകൂട്ടലിലേക്ക് കൂടി പോകുന്നത്. സേതുലക്ഷ്മി. ഓക്കെ ഷമീർ, ശരി. അപ്പം വിലയിരുത്തലാണ്, DCCയുടെ വിലയിരുത്തലാണ്. കൊല്ലത്ത് കൂടുതൽ സീറ്റ്, കഴിഞ്ഞ വട്ടം 2 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 7 സീറ്റ് വരെ നേടുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്.